ഇല്ല ബ്രോ, എനിക്ക് അത്യാവശ്യം നേടാൻ തോന്നിയ അടിപൊളിയാണ്. യൂണിവേഴ്സിറ്റി ആദ്യം കുറച്ച് ബോറായിട്ടൊക്കെ തോന്നുമെങ്കിലും ഒരു ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് റിവ്യൂസ് അറിയാതെയാണോ? മലയാളത്തിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇതുവരെ കുറച്ച് ഫൈറ്റ് സീൻസ് ഒക്കെ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നി. മേ ബി അത് അവർക്ക് കുറച്ച് കട്ട് ഷോട്ട് ചെയ്യായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. VFXും എല്ലാം മേക്കിങ്ങും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ലതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വിഷ്വലി ഭയങ്കര നൈസായിരുന്നു. ആൻഡ് ഓൾസോ ആ ഒരു ഹിസ്റ്റോറിക്കൽ സീൻസ് ഒക്കെ കാണിച്ചത് ഭയങ്കര നല്ലതായിരുന്നു. ടോട്ടലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇല്ല, നമുക്കൊരു മഹാഭാരതത്തിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി അറിയാമെങ്കിൽ നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആക്ച്വലി പേഴ്സണലി വിഷ്വലി ഭയങ്കര ഒരു നല്ല ട്രീറ്റ് ആയിട്ട് തോന്നി. ആൻഡ് ആക്ടിങ് ഒക്കെ എല്ലാവരുടെയും നൈസായിരുന്നു. ഇല്ല, ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. ജസ്റ്റ് ട്രെയിലർ മാത്രം കണ്ടു. കുറച്ച് ഫൈറ്റ് സീൻസ് ഒക്കെ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നി. മേ ബി അത് അവർക്ക് കുറച്ച് കട്ട് ഷോട്ട് ചെയ്യായിരുന്നു. ബട്ട് ഓവറോൾ ഇറ്റ്സ് ഓക്കെ. നല്ല മൂവി, നല്ലതാ. ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയായിരുന്നു, നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സിനിമയിൽ? അതിൻ്റെ ഫുൾ മേക്കിംഗ് നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. മേക്കിംഗ് എല്ലാം അടിപൊളിയായിരുന്നു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പ്രഭാസ് നല്ലതായിരുന്നു. ടോട്ടൽ വിഷ്വൽസ് ഒക്കെ നല്ലതായിരുന്നു. നല്ല സിനിമ, നല്ല എക്സ്പീരിയൻസ്. സെക്കൻഡ് ഹാഫ് പൊളി. ഫസ്റ്റ് ഹാഫിനെക്കാട്ടി സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടെ. അധികം സ്റ്റോറിയെ കുറിച്ച് അതേ അറിഞ്ഞൂടാത്തത് കൊണ്ട് പറയാൻ പറ്റില്ല. കൊള്ളാം, പക്ഷേ കൺവിൻസിങ് ആണ് എല്ലാം. സെക്കൻഡ് ഹാഫെല്ലാം കൺവിൻസിങ്. സൂപ്പർ. പ്രഭാസ് സൂപ്പർ. വർത്തായിരുന്നു, കാരണം ഈച്ച് ആൻഡ് എവരി മൊമെന്റ് നമുക്ക് വർത്താം. സൂപ്പറായിരുന്നു. എടുത്ത് പറയാനായിട്ട് VFX ഒക്കെ പക്കയാണ്, കുഴപ്പമില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് ഇത്തിരി ഷോക്ക് ആണെങ്കിൽ ബാക്കി സെക്കൻഡ് ഹാഫ് ഒക്കെ പക്കയാണ്. റിവ്യൂസ് അറിയാതെയാണോ? അമിതാഭ് ബച്ചൻ പറയാൻ വയ്യ, അത്രയും സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ ഗ്രാഫിക്സ്. മലയാളത്തിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇതുവരെ ചെയ്ത പടങ്ങൾ വെച്ച് ഏറ്റവും നല്ല ഗ്രാഫിക്സാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും കാണേണ്ട സിനിമ. ഹോളിവുഡിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് പടം ഓരോ ഷോട്ടും എടുത്തിരിക്കുന്നത്. കൊള്ളായിരുന്നു. പ്രഭാസിനെക്കാളിലും അമിതാഭ് ബച്ചൻ കുറച്ചുകൂടെ കലക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും പിന്നീട് സെക്കൻഡ് ഹാഫ് തൊട്ട് അടിപൊളിയാണ്. സിനിമാറ്റോഗ്രഫി, മ്യൂസിക് ഒക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരുടെ അഭിനയൊക്കെ എങ്ങനെയുണ്ട്? അതിൽ ലാസ്റ്റത്തെ ഫൈറ്റ് സീനിലെ VFX എല്ലാം നല്ലോണം കൊള്ളാം. അറിയാതെ വന്നേ, നോക്കിയില്ല. ഇവിടെ വന്ന് കണ്ടിട്ട് പറയാന്ന് വെച്ചിട്ട്. എല്ലാവരുടെ അഭിനയൊക്കെ എങ്ങനെയുണ്ട്? നല്ല അഭിനയം. പടം നല്ലൊരു വിഷ്വൽ ക്രിയേഷനാണ്, നല്ല അടിപൊളി പടം. എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. പ്രവാസം മാസല്ല, ഒരു പുതിയ യൂണിവേഴ്സിറ്റിയാണ്. അടിപൊളി. കൊള്ളാം, നല്ല പടം, നല്ല പേര്, നല്ല നടിച്ചിരുന്നു. പ്രവാസനം കൊള്ളാം, അടിപൊളി, നല്ല പടം. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു, കൊള്ളാം. നല്ല രോമൊക്കെ അടിപൊളി പടം. ക്ലൈമാക്സ് ഒക്കെ തീ. ഇല്ല ബ്രോ, എനിക്ക് അത്യാവശ്യം നേടാൻ തോന്നിയ അടിപൊളിയാണ്. ഒറ്റ സ്ട്രെച്ചിൽ അടിപൊളിയാണ്. കിടിലം പടമായിരുന്നു. അല്ല, ദുൽഖറിൻ്റെ ഒക്കെ എൻട്രി വേറെ ലെവലായിരുന്നു. കിടിലം പടമായിരുന്നു, ഒരു രക്ഷയില്ല. സൂപ്പർ പടം, നല്ല പടമാണ്. ആദ്യം കുറച്ച് ബോറായിട്ടൊക്കെ തോന്നുമെങ്കിലും ഒരു ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് സൂപ്പറാണ്. അതായത് ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ചുള്ള പുതിയ ടെക്നോളജി അനുസരിച്ചുള്ള കണ്ടുകൊണ്ടിരിക്കാൻ ബെറ്ററാണ്. പക്ഷേ ഇറ്റ് ടു ബി കണ്ടിന്യൂഡ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഭാഗമാണെന്ന്. ഇത് സെക്കൻഡ് ഉണ്ടാകും, അങ്ങനെയാണ് അവർ എഴുതി കാണിക്കുന്നത്. ആവറേജിൽ കുറച്ച് മുകളിലാണ്. നല്ല പടം.